ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് ഞങ്ങൾ സ്വിറ്റ്സർലൻഡ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് രാവിലെ എണീറ്റപ്പോൾ കണ്ടത് താടിക്കാരൻ അപ്പാപ്പൻ്റെ താഴേക്ക് ഇറങ്ങി വരുന്നതാണ്. ഈ വെളുത്ത് തൊടുത്ത് താഴേക്ക് ഇറങ്ങി വരുന്ന ഇദ്ദേഹം കാരണം ഞങ്ങൾക്കിന്ന് കറങ്ങാനൊരു ധൈര്യക്കുറവ്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടാലോ, അടുത്ത രാജ്യത്തേക്ക് അങ്ങ് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എണീറ്റിട്ട് ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് വെതറെല്ലാം ഒന്ന് നോക്കി ശേഷം മാത്രമേ ഉള്ളൂ സ്വിറ്റ്സർലൻഡിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണുക. ഇന്ന് ഇവിടെ കാണണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബ്രാഹ്മിൺസിൻ്റെ പുട്ട് ഉണ്ടാക്കിയാണ്. അതെ, പുട്ടും കടലയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് കടലക്കറി അല്ല, കടലക്കറി കടല വേറെയാണ്, കടല നമ്മൾ മേടിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് ബാക്കി എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതെല്ലാം നോക്കിയേ. ഗുഡ് മോർണിംഗ് എല്ലാവരും പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഭയങ്കര സ്നോ ആയതുകൊണ്ട് ഞങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ വിടുവാണ്. അപ്പോൾ ഞങ്ങൾ നോബി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ്. നോബിയാണ് തേങ്ങായ കൊണ്ടുവന്ന് നമ്മുടെ സുഹൃത്ത്. അവരിവിടെ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നിങ്ങളെന്നാ പോകണം തിരിച്ച്? അവർ വെള്ളിയാഴ്ച UK തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും. താങ്ക് യു. ബിഗ് ഡ്രൈവ് അങ്ങനെ സ്വിറ്റ്സർലൻഡിലെ വൈറ്റ് സ്വിറ്റ്സർലൻഡ് കണ്ടു. നോബി യാദൃശ്യമായിട്ട് പറയാൻ പറ്റില്ല, നമ്മൾ ചെറുതായിട്ട് പ്ലാൻ ചെയ്താണ് നമ്മൾ പൂർണ്ണ കാര്യം. അപ്പം ഞങ്ങളുള്ള ഈ നിമിഷം ഇതിനെക്കുറിച്ച് ഒന്ന് 2 വാക്ക് നിങ്ങളെ പറയാൻ പറ്റുമോ? ഇവിടെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. എനിക്കറിയില്ല എത്ര മലയാളികളെ നിങ്ങളെ മീറ്റ് ചെയ്യാനിരിക്കുന്നുണ്ടോ. ഇങ്ങനെ പോണ വഴിയിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സ്വീകരിക്കും. നിങ്ങളുടെ ഡ്രൈവ്, ഗ്രേറ്റ് ഡ്രൈവ് അങ്ങനെ സ്വിറ്റ്സർലൻഡിലെ വെരി ഫ്രീസിങ് ലേക്കിലെത്തിയേക്കാണ്. നിങ്ങൾ നിങ്ങളുടെ വെതർ എങ്ങനെയുണ്ട്? സ്വിറ്റ്സർലൻഡിലെ വെതർ നല്ലതാണോ അല്ലെങ്കിൽ കാണാൻ നല്ലതാണോ? അതെ അതെ.
ഹോളിഡേക്ക് ഇവിടെ വന്നാണെങ്കിൽ നമുക്ക് ഈ വെതറൊന്നും വിഷയമല്ല. നമുക്ക് മഞ്ഞും ഇഷ്ടമാണ്, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നതൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. അപ്പം നമുക്കൊരു നേരത്തെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത്. അല്ലെങ്കിൽ എന്തായാലും സ്വിറ്റ്സർലൻഡിൽ വന്നേക്കണ അധികം ആൾക്കാരൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഈ തടാകത്തിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് മീൻ വറുത്ത് തരാമെന്ന് ബിജു പറഞ്ഞായിരുന്നു. പക്ഷെ ആ ഒരു പ്രോമിസ് തെറ്റിപ്പോയി. അതെ, നമ്മൾ ചൂണ്ടയെ കൊണ്ടുവന്നായിരുന്നു. ചൂണ്ട പിടിച്ച് ഈ ചൂണ്ട എടുത്ത് ഇവിടുന്ന് മീൻ പിടിച്ച് നമുക്ക് വറുത്ത് ഗ്രില്ല് ചെയ്ത് കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഡിങ്കൻ നമ്മളെ ചതിച്ചു. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഫാമിലി വളരെ താങ്ക് യു, വളരെ ഹെൽപ്ഫുൾ ആണ്. കണ്ടതിൽ സന്തോഷം. നിങ്ങളുടെ ഡ്രൈവ് ഒരു പോണ വഴിക്ക് ഒരുപാട് അത്ഭുത കാഴ്ചകളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്തോ ആഘോഷം. നിങ്ങൾ നേരത്തെ പോകണം, ഞങ്ങൾ നേരത്തെ പോകണം. ഇവിടെ നല്ല ആംബിയൻസ് ആട്ടോ. നോക്കി ആ മൗണ്ടനിലൊക്കെ സ്നോയാണ്. ഞങ്ങൾ 4 പേര് ഫാമിലി ആയിട്ട് ഇവിടെ വരണം. Yes, yes. ഇവിടെ താമസിക്കണം. ഹാപ്പി പ്രസന്റ്. ഓക്കെ, താങ്ക് യു. അപ്പം ഒരു നിങ്ങൾ പോയിട്ട് ഇവിടെ പോയി യാഷ് ചോപ്രയുടെ സ്റ്റാച്യൂവിന്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വേണം. ഇതാണ് നമ്മുടെ നോബിയുടെ വണ്ടി വാഹനം. ഇന്നലെ നിങ്ങൾ എടുത്തായിരുന്നോ ഇത്? ഇന്നലെ നമ്മൾ എടുത്തില്ല. ഇതാണ് നോബിയുടെ ഇതാണ് നമ്മുടെ മോട്ടോർ ഹോം. ഓക്കെ, നോബിയുടെ മോട്ടോർ ഹോമാണ് ഇത്. നോബിയുടെ വൈഫ് അവിടെ നിന്ന് വിളിക്കുന്നു, ചായ കുടിക്കാൻ വിളിക്കുന്ന കേട്ടോ. ചായയും പരിപ്പോടെയും പോകേണ്ടതെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. എൻ്റെ ഒരു പണ്ട് എൻ്റെ കൊച്ചു പറഞ്ഞാൽ എച്ചിയുണ്ട്, മീനുണ്ടെന്ന് പറഞ്ഞാൽ ബോണ്ടയുണ്ട്, പരിപ്പോടയുണ്ട്. ഇതാണ് നോബിയുടെ വൈഫ്. ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നു. നോബി, നിങ്ങളൊന്ന് ചെന്നേ, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കട്ടെ. പരിപാടി എന്നെ ഡബ് ചെയ്ത് കയറ്റുന്നു എനിക്ക് സംശയം. വൈകിട്ട് പരിപാടി വൈകിട്ട് പിടിയും കോഴി കർഷകക്കാരല്ലേ ഇവരപ്പം പറയും. കടയിൽ പാല് മേടിക്കാം. അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ താമസം. ഈ ഡിങ്കൻ നമ്മളെ നമുക്ക് കടയിൽ പാല് മേടിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ദേ വന്നു. എനിക്ക് കുറച്ച് നരച്ച താടിയുണ്ടെന്നുള്ളൂ. എന്നും പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ആദ്യ ഫോട്ടോ എടുത്ത് അജിമാൻ സൂട്ടിട്ട് ചോദ്യം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം പുള്ളി സൂട്ടാൻ കയറ്റിട്ട് പുള്ളി മാത്രം ഇങ്ങനെ അജിമാൻ ഇടിച്ചോന്ന് പറഞ്ഞോണ്ട് പുള്ളി നല്ല ടീഷർട്ട്. അങ്ങനെ നമ്മുടെ ഗ്രേറ്റ് റോഡ് റൗണ്ട് ട്രിപ്പ് എവിടെ എത്തിക്കണം? ഇന്റർലാക്കൻ, സ്വിറ്റ്സർലൻഡിലെ ഇന്റർലാക്കൻ. ഇത് നമ്മുടെ നോബിയുടെ ഭവനമാണ്, മൂവിംഗ് ഭവനം. അതന്നെ, മൂവിംഗ് ഭവനം. ഈ മൂവിംഗ് ഭവനം നാളെ UK എത്തിയിരിക്കും. ഓ, നമ്മുടെ കാർ അവിടെ ഉണ്ടല്ലോ അതിനകത്ത്. നമ്മുടെ കാർ പുറകെ കിടപ്പുണ്ട്. അതേ കിടക്കണം. നോബിയുടെ ആ ബെഡ്റൂം ഒക്കെ കാണിച്ചത് എല്ലാവരും അങ്ങനത്തെ ആ ബെഡ്റൂം ഒക്കെ നോബിയുടെ പല കാരവാൻ സംഭവമാണ്. കാരവാനിലെ ബെഡ്റൂം, ടോയ്ലറ്റ് എല്ലാം സെറ്റ് പാടിച്ചിട്ടുണ്ട്. ഇത് ഒരു മോട്ടോർ ഹോം ആണ് പറയപ്പെടുന്നത്. അപ്പം ഇത് അവരുടെ കുക്കിംഗ് ഏരിയ ആണ്. ഇത് നോബിയുടെ ഇത് ഡൈനിങ് ഏരിയ. ഇത് ഒരു ബെഡ് മേലെ, മേളൊരു ബെഡ് ഉണ്ട് അല്ലേ? ആ, ഓക്കെ. ഇതാണ് ഒരു ബെഡ്. മുകളിലത്തെ ഇതൊക്കെ വെറും കബോർഡ് മാത്രമല്ലേ? ക്യാബിനറ്റ്സ്, ഇതെല്ലാം ക്യാബിനറ്റ്സ്. ഫ്രിഡ്ജ്, ഇത് ഫ്രീസർ. ഇവിടെ ഒരു TV, ബെഡ്റൂം ആക്കി സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ. ഒരു ലോഞ്ച്. ഇത് നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ലേഔട്ട് ചൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു ലോഞ്ച്. നമ്മളിരിക്കുന്ന ഈ ഭാഗം നൈറ്റ് ബെഡ്റൂം ആക്കാം. ഒരു നൈറ്റ് ബെഡ്റൂം ആക്കിയിട്ട് ഫുൾ ബെഡ് അല്ലേ? പിന്നെ മേലെ എല്ലാം സ്റ്റോറിങ് ക്യാബിനറ്റ്സ് ആണ്. നമ്മളത് കണ്ടില്ലായിരുന്നു അല്ലേ? ഓ യെസ്. ഇപ്പൊ ഷവർ എവിടെയാ? ഷവർ ഇതിനകത്ത്. ഓ റൈറ്റ്, ഓക്കെ. ഓ, ഇൻഡിക്കേഷൻ വരാം. ഈ ടോയ്ലറ്റ് കാസറ്റ് ഫുൾ ആയി കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ സെൻട്രൽ ഹീറ്റിംഗിന്റെ സിസ്റ്റം. ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യും. അതുമാതിരി തന്നെ 120 ലിറ്റർ വേസ്റ്റ് വാട്ടറും സ്റ്റോർ ചെയ്യും. ഓക്കെ.
ഇതാണ് സെൻട്രൽ ഹീറ്റിങ്ങിന്റെ കൺട്രോൾ. 24 ആണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിന്. ഇലക്ട്രിസിറ്റി എന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ കൺട്രോൾ പാനൽ. അതിലെ കണക്കനുസരിച്ച് 1,10,00,000 രൂപ. 1,10,00,000 രൂപയുടെ ഒരു മുതലാണ് ഇവൻ. വെരി ഗുഡ്. പിന്നെ എക്സ്ട്രാ എയർ സസ്പെൻഷൻ. എക്സ്ട്രാ നമ്മൾ ഇത് വെക്കുന്നതനുസരിച്ചുള്ള നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? നൈസ്. ഇതാണ് ഓർഡർ റൂം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ് ഞങ്ങൾ തന്നെ തരുന്നു. താങ്ക് യു. അത് അംബാസഡർ ഓഫ് ഇന്റർലാക്കൻ യാഷ് ചോപ്രയുടെ സ്റ്റാച്യു ആണിത്. ഇവിടെ ഞങ്ങൾ എത്തി നല്ല സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ അയ്യോ അയ്യോ വെള്ളം ഐസ്. അയ്യോ കാലിനകത്ത് വെള്ളം കയറി. ഞാൻ അന്നേരം ഈ മലയുടെ ഒക്കെ എടുക്കാം. അടിപൊളി സംഭവമാണ്. ഇത്രയും വലിയൊരു മഞ്ഞും എല്ലാം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇന്നലെ നോക്കിയെങ്കിൽ വെതറിൽ ഇതൊന്നും കാണിച്ചിട്ടുമില്ലായിരുന്നു. നമ്മൾ നോക്കിയതിൻ്റെ കുഴപ്പമായിരിക്കാം. എന്ത് ചെയ്യാനാ. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും കാലാവസ്ഥ മോശമായതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ യാത്രയാകുകയാണ്. ഇവിടെ ഞങ്ങൾ വെനീസിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് സ്നോയാണ് കിടക്കുന്നത്. അപ്പം സേഫ് എന്നുള്ളതല്ല ഉദ്ദേശിച്ച് ഇവിടെ നിന്നിട്ട് വലിയ കാര്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദിവസം വേസ്റ്റ് ആകുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ തന്നെയല്ല മഴയും കൂടെയാണ്. ഇപ്പോൾ സ്നോ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നല്ല മഴയും ഉണ്ട്, സ്നോയും ഉണ്ട്. അതുകൊണ്ട് എന്താ നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നത്. നമ്മൾ നേരെ വെനീസിൽ പോകുന്നു. ഈ പോകുന്ന വഴിക്ക് വെനീസിലെ വ്യാപാരികളെ കാണുന്നു. വെനീസിലെ വ്യാപാരി എന്നുള്ള ആ ബുക്ക് ലോക പ്രശസ്തമാണ്. അത് കാണണം. അവിടെ പോയി വൈകുന്നേരം അവിടെ കണ്ടു കഴിഞ്ഞിട്ട് കാണുന്ന കാര്യങ്ങൾ നേരിട്ട് പറയാം. എത്ര ദൂരമുണ്ട്? എത്ര സമയം എടുക്കും? ഒരു 6.5 മണിക്കൂറാണ് പറയുന്നത്. 1.5 മണിക്കൂറോട് നമ്മളവിടെ ചെല്ലുള്ളൂ. ബ്രേക്കൊക്കെ എടുത്തിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇന്നത്തെ സ്റ്റേ നമ്മുടെ വെനീസിലാണ്. നാളെയും വെനീസിലാണ്. അപ്പം ഞങ്ങൾ നല്ല കാഴ്ചകളൊക്കെ മലകളാണ്. ഞാൻ പറഞ്ഞ പോലെ കൊണ്ട് ഫുള്ള് നല്ല മലകളും നല്ല മനോഹരമായ കാഴ്ചകളുമാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഉണ്ടോ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വീടുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേക രസമാണ് കാണാനായിട്ട്. പിന്നെ സ്നോ പെയ്താലും ഇവിടെ റോഡ് ക്ലിയർ ആണ്. വണ്ടിയായിട്ട് ഒന്നിച്ച് സ്നോ മാറ്റുന്നുണ്ട്. അത് എവറി 5 മിനിറ്റ്സ് എന്ന് പറയുന്ന പോലെ ഇവിടെ സ്നോ മാറ്റുന്ന വണ്ടികളുണ്ട്. സ്ട്രെയിറ്റ് ആണ്. നാവിഗേഷൻ സ്ട്രെയിറ്റ് അല്ല. നമുക്ക് ഇനി റൗണ്ട് ഔട്ട് ഉണ്ട്. തിരിഞ്ഞു പോകണം. ഓക്കെ, അപ്പം നമ്മൾ നല്ല മുഴുവൻ എന്ത് ഫോഗും ഉണ്ട്. നമുക്ക് കാണത്തില്ല, ഫ്രണ്ട് ശരിക്കും കാണത്തില്ല. നമുക്ക് മലകളുടെ ഇടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്നും വ്യക്തമല്ല. നല്ല ഇതൊരു നല്ല ഒരു സൈഡ് വലിയ പാറയാണ്. ഇത് ശരിക്കും നമ്മുടെ ശരിക്കും ഒരു ഇങ്ങനെ കയറി അങ്ങ് പോവാണ്. നമ്മുടെ നാട്ടിൽ എന്നാ പറയുന്നത്? സൂപ്പർ. നമ്മുടെ ഒരു മലയാള മുകളിൽ ഒരു മാനെ പിടിക്കാൻ പറ്റും. ഒരു മാൻ സൂയിസൈഡ് ചെയ്തത്. നമ്മുടെ കലമാൻ സൂയിസൈഡ് ചെയ്തോ? നമ്മളെ സന്തോഷം പോയപ്പോഴേ സന്തോഷം പറഞ്ഞു തന്നതാ. ഒരു വേട്ടക്കാരൻ കലവാനെ പിടിക്കാൻ നോക്കിട്ടേ നടന്നില്ല. അവൻ അവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്തു. കലവാൻ മലയുടെ മുകളിൽ ചാടി അവൻ സൂയിസൈഡ് ചെയ്തു. അതൊരു ഹിസ്റ്ററിയാണ് കേട്ടോ ഇവിടുത്തെ. ഞാനത് കേട്ടിട്ടുണ്ട്. പക്ഷേ എക്സാക്ട്ലി ഹിസ്റ്ററി ആണെന്ന് അറിയത്തില്ല. എന്നാലും അതൊരു ഇതാണ്. നമ്മളിപ്പോൾ താഴേന്നാ കയറി. നമ്മളിപ്പോൾ ഏതാണ്ട് മുകളിലെത്തിയില്ലേ? ഇനി വീണ്ടും ചിലപ്പോൾ ഇറങ്ങായിരിക്കും. നമ്മളൊരു മലയുടെ മുകളിൽ പോകുന്നത്. ചെവിയൊക്കെ ശരിക്കും അടഞ്ഞു കേട്ടോ. ഇവിടെ ചെവി ശരിക്കും അടഞ്ഞു കയറുന്നു. പക്ഷെ നമുക്ക് ഇന്ന് ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ആ വേറൊരു വീഡിയോയും കിട്ടി കേട്ടോ. നല്ല സൺലൈറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സ്വിറ്റ്സർലൻഡിലെ മഞ്ഞും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതും ഇതെല്ലാം നമ്മുടെ പുള്ളിയുടെ കഴിവാ. ആരുടെ? ഒരാളുടെ. ഡിങ്കന്റെ. ഞങ്ങൾ ഇന്ന് അവിടെ
ആക്ച്വലി ഞങ്ങളിന്ന് പെസഹ വ്യാഴാഴ്ചയൊക്കെ ആയതുകൊണ്ട് അപ്പം ഉണ്ടാക്കി പാലൊക്കെ കാച്ചണം എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ ഞങ്ങളിപ്പം അവിടെ ഈ കാലാവസ്ഥയായിട്ട് ഞങ്ങൾ പോകുന്നു. ഇനി ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഞങ്ങളിപ്പോൾ ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ക്യാരവാൻ നമുക്കൊരു ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. ഇത് ഒരു സ്വിറ്റ്സർലൻഡിലെ ഒരു ടണലിലാണ്. അവിടെ റെഡ് ലൈറ്റാണ്. റെഡ് ലൈറ്റിൽ ഇവിടെ ഒരു ടെമ്പററി ലൈറ്റാണ്. പക്ഷേ ഇവിടെ ഉണ്ട്. ഇവിടെ സാധാരണ വെച്ചാൽ ഇവിടെ ഒരു ബ്ലൂ ആരോ കാണിക്കും, നമുക്ക് ലെഫ്റ്റിലേക്കാണ് എടുത്ത് പോകേണ്ടതെന്നുള്ളത്. ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പം ജസ്റ്റ് ഒരു അവയർനെസ് പറഞ്ഞതേ ഉള്ളൂ. ബ്ലൂ ആരോ ഇല്ലെങ്കിലും വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ടെമ്പററി ലൈറ്റ് ആയതുകൊണ്ടും ലെഫ്റ്റ് എടുത്ത് കയറി പോകണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പറയാനായിട്ട്. ഓക്കെ, വൈപ്പിലിട്ടോ കേട്ടോ. ഞങ്ങളിതേ ഒരു ടണലിൽ കയറി. ഇത് 9 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ടണലാണ്. ഇതിലും വലുതുണ്ട് ഒന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 20-30 അറൗണ്ട് സംതിങ് കിലോമീറ്റേഴ്സ് ദൂരമുള്ള ടണലും കൂടി ഉണ്ട്. ഇത് ജസ്റ്റ് 9.2 കിലോമീറ്റേഴ്സ് ദൈർഘ്യം. യെസ്, നൈസ്. അങ്ങനെ 17 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഇത് ഒരു 10-15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 10-15 മിനിറ്റോളം ഡ്രൈവ് ചെയ്ത് വേണം ഇതിൻ്റെ അക്കരെ കടക്കാൻ. അപ്പോൾ എത്രമാത്രം നീളമുണ്ടായിരിക്കാം. ആഹാ. അപ്പം ഇതിൻ്റെ മല എന്ന് പറയുന്നത് എന്തോരം വലിയ മലയാണ്. ഇവിടുത്തെ തുരങ്കം സൃഷ്ടിച്ച് തുരങ്കം ഉണ്ടാക്കി, അല്ലെങ്കിൽ സമ്മതിക്കണം. 3 മല ഇവിടുന്ന് നോക്കുമ്പോൾ 3 മലയാണ് കാണുന്നത് ശരിക്കും. ഒന്ന് വലതുവശത്ത്, ഒന്ന് ഇടതുവശത്ത്, ഒന്ന് സ്ട്രെയിറ്റ്. എല്ലാം ഒരു മല വട്ടത്ത് നിൽക്കുന്നതാണ്. പക്ഷേ എന്നാലും നമുക്ക് കാഴ്ചയിൽ നമുക്ക് തോന്നും അതെ, മാമലകൾക്ക്. അതെ, കൊള്ളാം. ഇതും കൊള്ളാം. ദൂരെ നിന്ന് കണ്ട ആ 3 മല എന്ന് പറഞ്ഞത് ഇച്ചിരി അടുത്ത് വന്നിരിക്കുകയാണ്. അത് ഇപ്പോഴൊന്ന് സൂം ഔട്ട് വേണ്ട. സൂം ഔട്ട് ചെയ്തിരിക്കുന്ന ഭേദം ഇങ്ങനെ ദൂരെ നിന്ന് കാണുന്നതിൻ്റെ ഭംഗിയൊന്ന് വേറെയാണ്. ഏതാണ്ട് അതിനോട് അടുത്ത് വന്നു. ഇനി ലെഫ്റ്റിൽ 2 മല മാറ്റി നിർത്തി 2ൻ്റെ അല്ലെങ്കിൽ 3ാമത്തതിൻ്റെ ഇടയ്ക്കോ 2ൻ്റെ ഒരു സൈഡിലും 3ാമത്തത് റൈറ്റ് സൈഡിലും ആക്കി നിർത്തിക്കൊണ്ടാണ് വഴി പോകുന്നത്. അത്ര അങ്ങനെയല്ലെന്ന് തോന്നുന്നു. അതങ്ങനെയല്ല കേട്ടോ. വലതുവശത്ത് 2 മലയും ഇടതുവശത്ത് 1 മലയാന്ന് തോന്നുന്നു. വളഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. മുകളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല സുന്ദരമായൊരു വെള്ളച്ചാട്ടം. അതെ, ഇത് നമ്മളിനി താമസിയാതെ തന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറ്റലി, അതായത് വെനീസിൻ്റെ ഇറ്റലിയുടെ ബോർഡറിലേക്ക് എത്താൻ പോവുകയാണ്. വലിയ ദൂരമൊന്നുമില്ല. അപ്പം അതിനിടയിൽ കുറച്ച് കാഴ്ചകൾ നല്ല രസമുണ്ട്. കുറേ മലകൾ ചുറ്റുമുറും മൊത്തം മലയാണ്. അതിനിടയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നല്ല രസമുണ്ട്. താമസിയാതെ സ്വിറ്റ്സർലൻഡിൻ്റെ അപ്പുറം കടക്കും. ഇറ്റലി എത്തും ഞങ്ങൾ താമസിയാതെ. നമ്മളിത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇടയ്ക്ക് 1-2 കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും നമ്മുടെ വണ്ടി അതിലെ ഓടിക്കുന്നത് കൊണ്ട് തന്നെ ആ രാജ്യത്ത് കയറുമ്പോൾ കുറേ ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ടാക്സിന് നമ്മൾ ഓരോ പേരുണ്ട്. അപ്പോൾ നമ്മൾ പാരീസ് ചെല്ലുമ്പോഴത്തേനും പാരീസിന് നമ്മൾ കയറുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നായിരുന്നു ഓൺലൈനിൽ. അപ്പോൾ എൻ്റെ പേരിന് വീനെറ്റ് അല്ലേ സൗജ? വീനെറ്റ്. അതാണ്ട് 5 പൗണ്ട് 5.5 പൗണ്ട് ഏതാണ്ട് ആയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പാരീസിൽ നിന്ന് നമ്മൾ സ്വിറ്റ്സർലൻഡ് കയറിയപ്പോൾ റോഡ് ടാക്സ്, 1 വർഷത്തേക്കുള്ള ടാക്സ് എന്ന രീതിയിൽ അതിന് എത്ര ഇതായി? 40 ഫ്രാങ്ക്.
നമ്മൾ കൊടുത്തു. ഒരു വർഷത്തെ കാലാവധിയുണ്ട്. അതിന് ഒരു വർഷത്തെ കാലാവധി ഉണ്ട്. അതിന് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എത്ര ട്രിപ്പ് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം. പിന്നെ അവിടുന്ന് നമ്മൾ ഇറ്റലിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇറ്റലി കയറുമ്പോൾ നമ്മൾ അവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്നും ഇതുപോലെ തന്നെ ഒരു റോഡ് ടാക്സ് നമ്മൾ എടുക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ എമൗണ്ട് കൃത്യം അറിയത്തില്ല, അത് അവിടെ ചെല്ലുമ്പോൾ അറിയുള്ളൂ. അപ്പം ഇങ്ങനെ ഓരോ രാജ്യത്ത് കയറുമ്പോൾ നമ്മൾ വണ്ടി കയറുമ്പോഴുള്ള ടാക്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ചിലത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഓൺലൈനിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകണം. ചിലത് നമുക്ക് ചില രാജ്യത്ത് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുള്ളൂ. അപ്പം ഒരു വർഷമായി ചിലപ്പം അഡ്വാൻസ് ആയിട്ട് എവിടെ എല്ലാ സൈറ്റിലും നമുക്ക് നേരത്തെ എടുക്കാൻ പറ്റുമായിരിക്കും. ഇനിയിപ്പോൾ എടുത്തില്ലെങ്കിലും നമുക്ക് വഴിയിൽ അവിടെ ഓരോ രാജ്യത്ത് കയറുമ്പോൾ ഫസ്റ്റ് പെട്രോൾ പമ്പിൽ കയറി കഴിഞ്ഞാൽ അവർ നമുക്കതിൻ്റെ പേപ്പർ നമുക്ക് തരും. ചിലത് നമ്മൾ ബോർഡറിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം സ്വിറ്റ്സർലൻഡിൻ്റെ ഞങ്ങൾ എടുത്ത് തന്നെ ബോർഡറിൽ ചെന്ന് അവർ നമുക്ക് എടുത്ത് തരുമായത്. അവർ അവിടുന്ന് തന്നെ നമുക്ക് എടുത്തതിന് ശേഷമാണ് നമ്മളെ അവിടുന്ന് പുറത്തേക്ക് പാരീസിൽ നിന്ന് പുറത്തേക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് കയറ്റിയത് തന്നെ. ഓക്കെ താങ്ക് യു.